ചില ബിപി രോഗികൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഡോക്ടർ, എനിക്ക് മൂത്രത്തിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ വൃക്കയെക്കുറിച്ച് ഇത്ര ആശങ്ക വേണ്ടതുണ്ടോ? ഇത് സ്വാഭാവികമായൊരു സംശയമാണ്. കാരണം വൃക്കയിലെ തുടക്കത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ തന്നെയാണ് സംഭവിക്കുന്നത്. ദീർഘകാലമായി നിയന്ത്രണം പോരാത്ത ബിപി വൃക്കയിലെ ചെറിയ രക്തക്കുഴലുകളെ പതുക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് തുടക്കത്തിൽ മൂത്രത്തിന്റെ അളവിലോ നിറത്തിലോ വ്യക്തമായ മാറ്റങ്ങൾ കാണിക്കണമെന്നില്ല. പക്ഷേ ഈ ചെറിയ മാറ്റങ്ങൾ കൂടി വന്നാൽ വൃക്കയുടെ പ്രവർത്തനം പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പോഴാണ് പിന്നീട് പരിശോധനകളിൽ പ്രശ്നങ്ങൾ തെളിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പരിചയസമ്പന്നരായ ഡോക്ടർമാർ വലിയ ലക്ഷണങ്ങൾ വരുന്നത് കാത്തിരിക്കാതെ ബിപി വൃക്കയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ ഗൗരവമായി കാണുന്നത്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, സമയത്ത് ശ്രദ്ധിക്കാനാണ്. ബിപി നിയന്ത്രണം ഹൃദയത്തിനും തലച്ചോറിനുമൊപ്പം വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാനും അത്ര തന്നെ പ്രധാനമാണ്. ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക.